ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം ദശമസ്കന്ധം തുടർന്നു വായിക്കുന്നു. ബാണയുദ്ധം. പിന്നീട് നീണ്ട 2 അധ്യായങ്ങളെ കൊണ്ട് ബാണന്റെ പുണ്യചരിത്രത്തെയാണ് കീർത്തിക്കുന്നത്. പാവനമായ പ്രഹ്ലാദ വംശത്തിൽ ജനിച്ച ഒരു സുകൃതിയായിരുന്നു ബാണൻ. പ്രഹ്ലാദന്റെ പുത്രൻ വിരോചനൻ, വിരോചനന്റെ പുത്രൻ ബലി, ബലിയുടെ പുത്രൻ ബാണൻ. ഇങ്ങനെയാണ് വംശപരമ്പര. പരമ ഭാഗവതോത്തമനായിരുന്നു ബാണനും. പക്ഷേ ജ്ഞാനം കുറവായിരുന്നുവെന്ന് പറയണം. ദക്ഷ പ്രജാപതിയുടെ മാതിരി ഈശ്വരങ്കൽ ഭേദബുദ്ധിയും അത് ഹേതുവായിട്ട് മതഭേദവും ഉണ്ടായിരുന്നു ബാണന്. ജ്ഞാനമുണ്ടെങ്കിൽ അതുണ്ടാവാൻ വയ്യല്ലോ. ദക്ഷന് വൈഷ്ണവ പക്ഷപാതമായിരുന്നെങ്കിൽ ബാണന് ശൈവ പക്ഷപാതമായിരുന്നു എന്ന് മാത്രം. ശോണിതപുരമെന്ന സ്ഥലത്ത് അസുരന്മാരുടെ നേതൃത്വം വഹിച്ച് ധർമ്മനിഷ്ഠയോടെ രാജ്യപരിപാലനം ചെയ്തു വന്നിരുന്ന ഒരുത്തമ അസുര രാജാവായിരുന്നു ബാണൻ. അസുരൻ എന്ന് കേൾക്കുമ്പോൾ ദേവന്മാരുടെ ശത്രു എന്ന നിലയിലാണ് സാധാരണ ധരിക്കാറെങ്കിലും ബാണന്റെ നില അതല്ല. പരമ സാത്വികനും ഭക്ത ശ്രേഷ്ഠനുമായ ബാണനോട് സ്നേഹൗദാര്യങ്ങളോടും ഭക്തി വിനയങ്ങളോടും കൂടിയാണ് ദേവന്മാർ പെരുമാറിയിരുന്നത്. അങ്ങനെ ചെയ്തിരുന്നത് ബാണനെ ഭയപ്പെട്ടിട്ടല്ല, സ്നേഹിച്ചിട്ടായിരുന്നു താനും. 1000 കൈകളുണ്ടായിരുന്നു ബാണാസുരന്. എന്നാൽ പ്രസ്തുത 1000 കൈകളെയും ഈശ്വര സേവനത്തിന് മാത്രം ഉപയോഗിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ യോഗ്യതകളിൽ അതിപ്രധാനമായ ഒന്ന്. അതിൻ്റെ ഫലമായി കൈലാസനാഥനായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ സർവാത്മന ബാണന് വശകനായി. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ദർശനം കൊടുത്ത് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഭഗവാനെ തന്നെയായിരുന്നു അദ്ദേഹം ഭരിച്ചത്. അതിനാൽ ശ്രീ പരമേശ്വരന് എപ്പോഴും ബാണന്റെ ഗൃഹത്തിൽ താമസിക്കണമെന്ന് വന്നു. ശ്രീ പാർവതീദേവി, ഗണേശൻ, ഷൺമുഖൻ, ഭൂതഗണങ്ങൾ തുടങ്ങിയ തൻ്റെ എല്ലാ ശക്തികളോടും വിഭൂതികളോടും കൂടി പരമേശ്വരൻ ബാണന്റെ കോട്ടയുടെ ഗോപുര ദ്വാരത്ത് താമസമുറപ്പിച്ചു. ബാണനും കുടുംബങ്ങൾക്കും എപ്പോഴും ഭഗവത് ദർശനത്തിന് വിഷമമില്ലെന്നായി. ഇങ്ങനെ കഴിഞ്ഞു വരുമ്പോൾ ഒരു ദിവസം ഈശ്വര ഭജനം കൊണ്ട് ലയിച്ചിട്ടുണ്ടായിരുന്ന അസുരധർമ്മം ബാണന്റെ ബുദ്ധിയിൽ വികസിച്ചു. ഇത്രയും അധികരിച്ച തൻ്റെ കൈകളെ കൊണ്ടും കയ്യൂക്കുകൊണ്ടും എന്താണ് തനിക്ക് പ്രയോജനമെന്നും ഒരു ശത്രുവിനോട് യുദ്ധം ചെയ്യാനെങ്കിലും സാധിച്ചില്ലെങ്കിൽ ഇത് കേവലം ഒരു ഭാരം മാത്രമാണെന്നും തോന്നി. കൈകളിലെ തരിപ്പ് തീർക്കാൻ പ്രബലനായ ഒരു ശത്രുവെങ്കിലും തനിക്കുണ്ടാകുന്നില്ലല്ലോ എന്ന് നിരാശപ്പെട്ടു. ഈ അഭിപ്രായം ഭഗവാനെ അറിയിക്കുകയും ചെയ്തു. അധികം താമസിയാതെ പ്രബലനായൊരു ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ സാധിക്കുമെന്ന് കരുണാമയനായ ഈശ്വരൻ അനുഗ്രഹിക്കുകയും ചെയ്തു. ഉഷയെന്ന പേരായി ബാണനൊരു പുത്രിയുണ്ടായിരുന്നു. വിവാഹപ്രായമായെങ്കിലും വിവാഹം കഴിഞ്ഞിട്ടില്ല. വിവാഹാലോചന നടന്നുകൊണ്ടിരിക്കെയാണ് ഒരു ദിവസം കന്യക പ്രദ്യുമ്നപുത്രനായ അനിരുദ്ധനെ സ്വപ്നത്തിൽ തൻ്റെ ഭർത്താവായി കണ്ടനുഭവിച്ചു. ഉണർന്ന ഉടനെ ഭർതൃവിരഹം സഹിക്കാൻ കഴിയാതെ വിഷമിക്കാൻ തുടങ്ങി. അന്തപുരത്തിൽ കന്യകയ്ക്ക് സഖിമാരായി പലരുണ്ടെങ്കിലും മന്ത്രിപുത്രിയായ ചിത്രലേഖയായിരുന്നു മുഖ്യ സഖി. ഉഷയുടെ പാരവശ്യ ഭാവങ്ങൾ കണ്ട് ചിത്രലേഖ സംഗതി എന്തെന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി. കന്യകയുടെ മനസ്സിനെ അപഹരിച്ച കാമുകൻ ആരെന്നറിയാതിരുന്നത് ചിത്രലേഖയ്ക്കും വിഷമത്തിന് കാരണമായി. എന്ത് ചെയ്യണമെന്നറിയാതെ പലതും ആലോചിച്ചു. അവസാനം ഒരു യുക്തി തോന്നി. ലോകത്തിൽ പ്രസിദ്ധപ്പെട്ട വംശങ്ങളിലുള്ള പ്രധാനികളായ ആളുകളുടെ ചിത്രം എഴുതി കാണിച്ചു കൊടുത്ത് ആളെ തിരിച്ചറിയാൻ ശ്രമിക്കുകയായിരുന്നു ചിത്രലേഖയ്ക്ക് തോന്നിയ യുക്തി. അങ്ങനെ പല വംശത്തിലും പെട്ട പലരുടെയും ചിത്രമെഴുതി കാണിച്ചു കൊടുത്തെങ്കിലും അതിലൊന്നും പെട്ടതല്ല ഉഷയുടെ കാമുകൻ എന്നറിഞ്ഞ് ചിത്രലേഖ നിരാശപ്പെട്ടു. അവസാനം യാദവ വംശത്തെ കൂടി ഒന്ന് പരീക്ഷിക്കാമെന്ന് തീർച്ചപ്പെടുത്തി വസുദേവരുടെ ചിത്രമെഴുതി കാണിച്ചു. അത് കണ്ടപ്പോൾ തന്നെ ഉഷയുടെ ഭാവത്തിന് ചില മാറ്റങ്ങൾ ഉണ്ടായി. തൻ്റെ കാമുകൻ്റെ ഏറ്റവും നേരിയ ഒരു ഛായ പ്രസ്തുത രൂപത്തിലുണ്ടെന്ന് കന്യക വ്യക്തമാക്കി.
വിജയം കൈവരാൻ തുടങ്ങിയെന്ന് ബോധിച്ച മന്ത്രിപുത്രി കൃതാർത്ഥതയോടെ പിന്നീട് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെയും അവിടുത്തെ പുത്രനായ പ്രദ്യുമ്നൻ്റെയും ചിത്രമെഴുതി കാണിച്ചു. കാമുകന്റെ എല്ലാ ലക്ഷണങ്ങളും മിക്കവാറും പ്രദ്യുമ്നനിലുണ്ടെന്നും എന്നാൽ അദ്ദേഹം അല്ലെന്നുമായി ഉഷ. ചിത്രലേഖയ്ക്ക് കാര്യം മനസ്സിലായി. വേഗത്തിൽ അനിരുദ്ധന്റെ ചിത്രമെഴുതി കാണിച്ചു. അത് കാണേണ്ട താമസം ഉഷ ലജ്ജ കൊണ്ട് നമ്രവദനയായി. ആളെ തിരിച്ചറിഞ്ഞു. എങ്കിലും ഇനി അദ്ദേഹത്തെ സാധിക്കാൻ എന്താണ് മാർഗമെന്നായി പിന്നത്തെ ആലോചന. അന്ന് രാത്രി തന്നെ ഏതാണ്ട് എല്ലാവരും ഉറക്കമായെന്ന് കണ്ടപ്പോൾ ചിത്രലേഖ തൻ്റെ യോഗശക്തി കൊണ്ട് ആരും അറിയാതെ ആകാശത്തൂടെ ദ്വാരകയിലേക്ക് പോയി. സർവജ്ഞനും സർവശക്തനുമായ ഭഗവാൻ പോലും ദ്വാരകയിൽ ഉണ്ടായിരിക്കെ യാതൊരു സങ്കോചവും കൂടാതെ ചിത്രലേഖ ധൈര്യത്തോടെ അന്തപുരത്തിൽ പ്രവേശിച്ച് ഉറങ്ങിക്കിടക്കുന്ന അനിരുദ്ധനെ ഒരാളും അറിയാതെ ഉറക്കത്തിൽ നിന്നുണരാതെയും എടുത്തുകൊണ്ട് ആകാശമാർഗമായി തന്നെ മടങ്ങിപ്പോന്നു ഉഷയുടെ അന്തപുരത്തിൽ കൊണ്ടുപോയി കിടത്തുകയും ചെയ്തു. ഉണർന്നു നോക്കിയപ്പോൾ താൻ ബാണപുത്രിയുടെ അന്തപുരത്തിലാണ് കിടക്കുന്നതെന്നറിഞ്ഞ് അനിരുദ്ധൻ ആദ്യം ലജ്ജിച്ചുവെങ്കിലും പിന്നീട് ഉഷയുടെ സൽഗുണങ്ങളെയും സൗഭാഗ്യത്തെയും കണ്ട് ഏറ്റവും സന്തുഷ്ടനായി. പുറമെ ആരും അറിയാതെ അനിരുദ്ധൻ കന്യകയുടെ അന്തപുരത്തിൽ തന്നെ താമസിച്ചു വരികയും ചെയ്തു. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ക്രമേണ കന്യകയുടെ ശരീര പ്രകൃതിക്കൊക്കെ മാറ്റം കാണാൻ തുടങ്ങി. അപ്പോൾ ജനങ്ങൾക്കൊക്കെ സംശയമായി. അന്തപുരം പാറാവുകാരായ ഭടന്മാർക്ക് ഭയമായി. അവർ ജാഗ്രതയായി അന്വേഷണം നടത്തി. അതിൻ്റെ ഫലമായി അവർ അനിരുദ്ധനെ കാണുകയും കുറേ ദിവസങ്ങളായി അവിടെ താമസിച്ചു വരുന്നതായി അറിയുകയും ചെയ്തു. ഭയാവിഷ്ടരായ ഭടന്മാർ വേഗത്തിൽ മഹാരാജാവിനെ വിവരം ധരിപ്പിച്ചു. ബാണൻ ക്രുദ്ധനായി. ചുണ്ടു വിറച്ചു, പല്ലുകടിച്ചു, കണ്ണു കലങ്ങി. മഹാരാജാവിൻ്റെ ഭാവമാറ്റം കണ്ട് അരമനയിലെ സകല ജനങ്ങളും ഭയപ്പെട്ടു. എന്തെല്ലാമാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ പരിഭ്രമിച്ചു. ബാണൻ അപ്പോൾ തന്നെ ക്രോധാവേശത്തോടെ കന്യാന്തപുരത്തിലേക്ക് കലികൊണ്ടവനെ പോലെ ഓടി. പിന്നാലെ പരിജനങ്ങളും. അനിരുദ്ധൻ ഉഷയോട് ഓരോ നർമ്മങ്ങളെയും പറഞ്ഞ് ചൂതുകളിച്ച് വിനോദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവിചാരിതമായി പെട്ടെന്ന് മഹാരാജാവ് അന്തപുരത്തിലേക്ക് കയറി ചെന്നത്. എങ്കിലും കൃഷ്ണപൗത്രൻ പരിഭ്രമിച്ചില്ല. ഇരുന്നേടത്ത് നിന്ന് എഴുന്നേൽക്ക പോലും ചെയ്യാതെ അലക്ഷ്യമായി ചൂതുപടത്തെ നോക്കിക്കൊണ്ടേയിരുന്നു. ഉഷ അച്ഛനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് മാറി നിന്നു. ഏറ്റവും ക്രോധാവേശത്തോടെയാണ് മഹാരാജാവ് പാഞ്ഞു വന്നതെങ്കിലും അനിരുദ്ധനെ കണ്ടപ്പോൾ കടിഞ്ഞാണിട്ട കുതിരയുടെ മാതിരി പെട്ടെന്ന് സ്തബ്ധനായി നിന്നു. കാമദേവപുത്രനും കൃഷ്ണപൗത്രനുമായ അനിരുദ്ധന്റെ സൗഭാഗ്യം, വീര്യം, പ്രഭാവം, കാന്തി എന്നിവ കൊണ്ടലങ്കൃതമായ നവയൗവനം ബാണനെ ആശ്ചര്യഭരിതനാക്കി. തൻ്റെ പുത്രിക്ക് ഏറ്റവും അനുരൂപനായ വരനാണെന്ന് പൂർണ്ണ ബോധ്യം വന്നു. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം? അദ്ദേഹം വൈഷ്ണവനാണല്ലോ. അതുകൊണ്ട് തങ്ങൾക്ക് സ്വീകരിക്കാൻ വയ്യെന്ന് മാത്രമല്ല ശത്രുത്വം കൂടിയുണ്ടെന്ന് കരുതണം എന്നായിരുന്നു ബാണന്റെ പെട്ടെന്നുള്ള ആലോചന. അതിനാൽ അദ്ദേഹത്തെ ബലാത്കാരേണ പിടിച്ച് ബന്ധിക്കാൻ തീർച്ചപ്പെടുത്തി. സൈന്യങ്ങൾക്ക് കൽപ്പന കൊടുത്തു. ആയുധധാരികളായ ഏതാനും ഭടന്മാർ അനിരുദ്ധനെ പിടിക്കാൻ പാഞ്ഞെടുത്തു. പക്ഷേ മഹാരഥനായ അദ്ദേഹമുണ്ടോ ഭയപ്പെടുന്നു. ബാണസൈന്യങ്ങളോട് എതിർത്ത് യുദ്ധം ചെയ്യാൻ തുടങ്ങി അനിരുദ്ധൻ. ഭയങ്കരമായൊരു മഹായുദ്ധം കുറേ അധിക സമയത്തേക്ക് നീണ്ടുനിന്നു. സൈന്യങ്ങൾ എത്രയൊക്കെ സാഹസപ്പെട്ടിട്ടും ആ ധീര യോദ്ധാവിനെ പിടിക്കാനോ കീഴൊതുക്കാനോ കഴിഞ്ഞില്ല. അവസാനം ബാണം തന്നെ പുറപ്പെട്ടു. അതുകൊണ്ടും വിചാരിച്ചത്ര പ്രയോജനം ഉണ്ടായില്ല. എങ്കിലും ചില കള്ളസൂത്രങ്ങളൊക്കെ പ്രയോഗിച്ച് അവസാനം എങ്ങനെയോ അനിരുദ്ധനെ പിടിച്ചു. അപ്പോൾ തന്നെ കൈകാലുകൾ ബന്ധിച്ച് ജയിലിൽ വയ്ക്കുകയും ചെയ്തു. അനിരുദ്ധൻ എവിടെയെന്ന് ദ്വാരകയിൽ ആർക്കും അറിവില്ലാതെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. രാത്രിയിൽ അന്തപുരത്തിൽ കിടന്നുറങ്ങിയിരുന്നതായി എല്ലാവർക്കും അറിയാം. എന്നാൽ പ്രഭാതത്തിൽ ആരും കണ്ടിട്ടുമില്ല. പലയിടത്തും അന്വേഷിച്ചു, പലരോടും ചോദിച്ചു. പക്ഷെ യാതൊരു അറിവും കിട്ടിയില്ല. അങ്ങനെ അനിരുദ്ധൻ എവിടെയാണെന്ന് അറിവില്ലാതെ തന്നെ 4 മാസം കഴിഞ്ഞു. എല്ലാവരും വ്യസനാക്രാന്തരായിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ശ്രീ നാരദ മഹർഷി ഭഗവാനെ കണ്ട് വന്ദിക്കാനായി ദ്വാരക രാജധാനിയിൽ വന്നു. വർത്തമാനങ്ങൾ അന്യോന്യം പറഞ്ഞ കൂട്ടത്തിൽ അനിരുദ്ധനെ കാണാതായ വർത്തമാനവും പറയാനിടവന്നു. അപ്പോൾ നാരദ മഹർഷി ഉണ്ടായ വർത്തമാനങ്ങളൊക്കെ അവരെ പറഞ്ഞു ധരിപ്പിച്ചു. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഏതായാലും അറിവായ സ്ഥിതിക്ക് ഇനി ഒരു നിമിഷവും താമസിക്കാതെ വീണ്ടുകൊണ്ടുവരണമെന്ന് നിശ്ചയിച്ച് എല്ലാവരും ആവേശത്തോടെ യുദ്ധത്തിനുള്ള പുറപ്പാടായി.
ഭഗവാനും ബലരാമനും എന്ന് വേണ്ട ദ്വാരകയിൽ അത്യാവശ്യം ചിലരെ നിർത്തി ബാക്കിയുള്ള എല്ലാ പുരുഷന്മാരും ശോണിതപുരത്തിലേക്ക് യുദ്ധത്തിന് പുറപ്പാടായി. യാദവ സൈന്യം ആർത്തു വിളിച്ചുകൊണ്ട് പട്ടണത്തിൽ കടന്ന് കോട്ടയ്ക്ക് ചുറ്റും വളഞ്ഞു. മതിലുകൾ ഇടിച്ചും കിടങ്ങുകൾ തീർത്തും ഗോപുരങ്ങൾ തകർത്തും എതിരാളികളെ കൊന്നും യുദ്ധം ആരംഭിച്ചു. ബാണാസുരൻ വിവരം അറിഞ്ഞു. അദ്ദേഹത്തിന് 2 പ്രകാരത്തിൽ യാദവന്മാരോട് വിദ്വേഷം ആളിക്കത്തി. സ്വതവേ ശത്രുക്കൾ, പിന്നെ വൈഷ്ണവന്മാരും. അപ്പോൾ 2 പ്രകാരത്തിൽ അവരോട് വിദ്വേഷാഗ്നി ആളിക്കത്തി തുടങ്ങി. താമസിയാതെ മഹാരാജാവ് തന്നെ അസംഖ്യം സൈന്യങ്ങളോടും ആയുധങ്ങളോടും കൂടി യുദ്ധത്തിന് സന്നദ്ധനായി ശ്രീ പരമേശ്വരനെയും വിവരം ധരിപ്പിച്ച് യുദ്ധത്തിന് ക്ഷണിച്ചു. ഭഗവാനും തൻ്റെ ഭൂതഗണങ്ങളും പുത്രന്മാരോടുകൂടി യുദ്ധത്തിന് തയ്യാറായി. അങ്ങനെ എല്ലാവരും അന്യോന്യം ഏറ്റുമുട്ടി അതിഭയങ്കരമായ ഒരു യുദ്ധം ആരംഭിച്ചു. ബാണാസുരൻ സ്വയം ഭഗവാനോട് തന്നെ എതിർത്തു. ഭഗവാനും ബാണനും കൂടി ഭയങ്കരമായ യുദ്ധം നടന്നു. അവസാനം ഭഗവാൻ ബാണന്റെ ആയുധങ്ങളെ മുറിക്കാൻ തുടങ്ങി. എടുക്കുന്ന ആയുധങ്ങളൊക്കെ പ്രയോഗിക്കാൻ ഇടവരുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ മുറിച്ച് തള്ളാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് ബാണന്റെ ആയുധങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുതിരകളെയും സൂതനെയും കൂടി ഭഗവാൻ കൊന്നു. ആകപ്പാടെ വിഷമത്തിലായി. ബാണന് തൽക്കാലം തേരോ കുതിരകളോ സൂതനോ ആയുധങ്ങളോ ഒന്നുമില്ലാതായി. ആ നിലയിൽ പോർക്കളത്തിന്റെ മധ്യത്തിൽ പ്രബലനായ ശത്രുവിന്റെ മുമ്പിൽ നിന്നാലത്തെ കഥ എന്താണ്? വിഷമം കൂടാതെ ശത്രു കൊന്നു വീഴ്ത്തുമെന്നുള്ളത് സംശയരഹിതമാണല്ലോ. പിന്തിരിഞ്ഞ് ഓടിപ്പോകുന്നതും ലജ്ജാകരം തന്നെ. എന്ത് ചെയ്യണമെന്നറിയാതെ ബാണൻ വിഷമിക്കുന്നത് കണ്ടപ്പോൾ കോടാര എന്നു പേരായ ബാണമാതാവ് പെട്ടെന്ന് ഗത്യന്തരമില്ലെന്ന് കണ്ട് പുത്രന്റെ ആയുസ്സിനെ രക്ഷിക്കാൻ വേണ്ടി വസ്ത്രമഴിച്ചിട്ട് നഗ്നയായി മുന്നിൽ വന്ന് നിന്നു. അന്യസ്ത്രീയുടെ നഗ്നതയെ ദർശിക്കുന്നത് ധാർമ്മികന്മാർക്ക് സഹിക്കാവുന്നതല്ലല്ലോ. അതിനാൽ പെട്ടെന്ന് ഭഗവാൻ പിന്തിരിഞ്ഞു നിന്നു. ആ സന്ദർഭം നോക്കി ബാണൻ അരമനയിലേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പിറ്റേ ദിവസം എല്ലാ സൈന്യങ്ങളെയും ആയുധങ്ങളെയും സജ്ജമാക്കി ബാണാസുരൻ യുദ്ധത്തിന് തയ്യാറായി. അന്നത്തെ യുദ്ധത്തിൽ ഭഗവാനും ബാണാസുരനും തമ്മിൽ ഏറ്റുമുട്ടുന്നതിന് മുമ്പ് ശ്രീ പരമേശ്വരൻ തൻ്റെ പരമഭക്തനായ ബാണനു വേണ്ടി ഭഗവാനോട് യുദ്ധത്തിനൊരുങ്ങി. അങ്ങനെ ശ്രീ പരമേശ്വരനും ശ്രീകൃഷ്ണ പരമാത്മാവും തമ്മിൽ ഭയങ്കരമായ യുദ്ധം ആരംഭിച്ചു. സർവശക്തന്മാരായ ആ 2 ഈശ്വരന്മാർ തമ്മിൽ പൊരുതാൻ തുടങ്ങിയാൽ പിന്നത്തെ കഥ എന്താണ്? പർവ്വതവും തമ്മിലും സമുദ്രവും തമ്മിലും യുദ്ധം തുടങ്ങിയാൽ എത്രമാത്രം ഭയങ്കരമായി തീരുമോ അതിലുമധികം ഭയങ്കരമായി തീർന്നു. ഈശ്വരന്മാർ തമ്മിലുള്ള യുദ്ധം ക്രമേണ അതുകൊണ്ടും അവർ തൃപ്തന്മാരാവാതെ രണ്ടാളുടെയും ശക്തി വേർതിരിഞ്ഞ് ജ്വരാകാരേണ ശത്രു സൈന്യങ്ങളെ മുഴുവൻ ബാധിക്കാൻ തുടങ്ങി. ശൈവ വൈഷ്ണവങ്ങളായ പ്രസ്തുത ജ്വരശക്തികൾ തമ്മിലുള്ള ഭയാനകമായ സംഘട്ടനം ആർക്കും പൊറുക്കാൻ കഴിയാതെ അത്യന്ത ഭയങ്കരമായി വർദ്ധിച്ചു. സൈന്യങ്ങൾ ചിന്നി ചിതറി ഭയപ്പെട്ടോടാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് വൈഷ്ണവ ജ്വരം ശൈവ ജ്വരത്തെ തോൽപ്പിച്ച് വളരാൻ തുടങ്ങി. പരാജയപ്പെട്ട മഹേശ്വര ജ്വരശക്തി വൈഷ്ണവ ജ്വരത്തെ സ്തുതിച്ച് നമസ്കരിച്ച് കീഴൊതുങ്ങി. ശ്രീ പരമേശ്വരനും ജഗന്നിയന്താവായ ഭഗവാനെ സ്തുതിച്ച് ശാന്തനായി. ഭഗവാനും യുദ്ധം നിർത്തി ശ്രീ പരമേശ്വരനെ സ്തുതിച്ചു. അവസാനം ബാണാസുരന്റെ 4 കൈകളെ നിർത്തി ബാക്കിയെല്ലാം മുറിച്ചു കളഞ്ഞ് അഭയം കൊടുത്തു. ജ്ഞാനോപദേശം കൊണ്ട് ശൈവ വൈഷ്ണവ ഭേദഭാവത്തെ നീക്കി അനുഗ്രഹിക്കുകയും ചെയ്തു. വേണ്ടത്ര ശിക്ഷ കിട്ടിയതുകൊണ്ടും ഭഗത് അനുഗ്രഹം കൊണ്ടും ജ്ഞാനോപദേശം കൊണ്ടും പ്രായേണ വിവേകമുദിച്ച ബാണാസുരൻ 2 ഈശ്വരന്മാരെയും വീണ് നമസ്കരിച്ച് തൻ്റെ എല്ലാ അപരാധങ്ങളെയും പൊറുക്കാൻ അപേക്ഷിച്ചു. അനന്തരം അനിരുദ്ധനെയും ഉഷയെയും അസംഖ്യം സമ്പത്തുക്കളെയും ഭഗവാന്റെ കാൽക്കൽ വെച്ച് നമസ്കരിച്ചു. ഭഗവാൻ അവരോടും തൻ്റെ പരിജനങ്ങളോടും കൂടി ദ്വാരകയിലേക്ക് മടങ്ങുകയും ചെയ്തു. ദ്വാരകയിൽ വെച്ച് ഒരു ശുഭമുഹൂർത്തത്തിൽ ഉഷ അനിരുദ്ധന്മാരുടെ വിവാഹത്തെ വേണ്ടുവണ്ണം ആഘോഷിച്ചു. ദക്ഷ പ്രജാപതിയുടെ ചരിത്രത്തിലൂടെ ശൈവ വിദ്വേഷം കൊണ്ടുള്ള ദോഷത്തെയാണ് ചൂണ്ടിക്കാണിച്ചതെങ്കിൽ ബാണാസുരന്റെ കഥയിലൂടെ വൈഷ്ണവ വിദ്വേഷം കൊണ്ടുള്ള ദോഷത്തെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ശൈവ വൈഷ്ണവ ശാക്തങ്ങളായ ഉപാസന വ്യത്യാസങ്ങൾ മതഭേദങ്ങളല്ല. പ്രസ്തുത
ഒരേ മതത്തിൻ്റെ തന്നെ 3 രൂപത്തിലുള്ള വികസനം മാത്രമാണ്. അതിനാൽ മതഭേദത്തിന് വേണ്ടിയല്ല, ഉപാസന സൗകര്യത്തിന് വേണ്ടിയാണ് 3ആയി തരംതിരിച്ചിരിക്കുന്നത്. ഈ അഭിപ്രായത്തെ ഒന്നുകൂടി സ്ഥാപിക്കലാണ് ബാണചരിത്ര കഥനം കൊണ്ടുള്ള അനവധി പ്രയോജനങ്ങളിൽ ഒന്ന്. എല്ലാ നാനത്വഭാവങ്ങളും ഏതൊരീശ്വരൻ്റെ അറിവുണ്ടായാൽ നിശേഷം നശിക്കുമോ, ആ ഈശ്വരങ്കൽ തന്നെ നാനാത്വത്തെ ആരോപിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ പിന്നെ കഥയെന്താണ്? എന്നാൽ അറിവുള്ള മഹാന്മാർക്ക് കൂടി ചിലപ്പോൾ അങ്ങനെ ചില അബദ്ധം പറ്റാറുമുണ്ട്, അറിഞ്ഞാൽ പശ്ചാത്തപിക്കാറുമുണ്ട്. അതാണ് ബാണകഥയിൽ കൂടെ വ്യക്തമാക്കുന്ന മറ്റൊരു തത്വം. ഇങ്ങനെ പല തത്വരത്നങ്ങളെയും പ്രകാശിപ്പിക്കുന്ന ഒരു പുണ്യേതിഹാസമാണ് ബാണചരിത്രം.